ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് എല്ലാവരുടെ യാത്ര പുറപ്പെടാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ സാവിത്രിയമ്മ വന്നു. അപ്പോൾ സാവിത്രിയമ്മയായിട്ട് അമ്മയച്ചമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ എന്നാലും ശങ്കറിൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ പറയണ്ടല്ലോ, അവനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പെട്ടെന്നോ? ഇവര് രണ്ടുപേരും പ്രേമിച്ച് നടന്നതല്ലേ. അത് മാത്രമല്ല, വീട്ടുകാരും സമ്മതിക്കാത്തപ്പോഴല്ലേ അവർ പോയി വിവാഹത്തിനെന്തായത്. അല്ലാതെ ഇതുപോലെ വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടല്ലേ സാവിത്രി ഇങ്ങനെ സംഭവിച്ചത്. അല്ലാതെ കുട്ടികളെ എന്തു പറയാനാ എന്ന് ചോദിച്ചോ. ഇനി മനസ്സിലെ വിഷമം വിചാരിച്ചും ദേഷ്യം കാണിച്ചും ഇരിക്കാൻ നോക്കരുതെന്ന് സാവിത്രി മോനോട് പറയണം. ഈ കാണിക്കുന്നതൊക്കെ ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നതോടെ എല്ലാം മാറും. അപ്പം എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ആകെ വിഷമിച്ചൊക്കെ നിൽക്കുവാണ്. ഇനി അമ്മയച്ചമ്മ എന്തൊക്കെയായിരിക്കും പറയാൻ പോവുക എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഒരു ടെൻഷൻ ഉള്ളത്. അപ്പം എന്നാലും സാരമില്ലെന്നേ, ആ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള മത്സരമായിരിക്കും രണ്ടച്ഛന്മാർ തമ്മിൽ. അല്ലേ സുധാകരന് വല്ല ഗൗനിയിലൊന്നുമില്ല. ആള് ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ പിന്നെ എല്ലാവരും കയറിക്കോളൂ, നമ്മൾ പുറപ്പെടാം എന്ന് പറഞ്ഞു. ഞങ്ങളെന്നാ പോയിട്ട് വരട്ടെ സാവിത്രി. ശരി, എന്നാൽ പോയിട്ട് വാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാവരോടെയും ഒരുമിച്ച് നേരെ വണ്ടിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഒരു ദിവസം വേദയുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് അപ്പം സംസാരിക്കാം, നേരിൽ സംസാരിക്കാം, പോരെ? മതി എന്ന് പറഞ്ഞു. അപ്പം ഇവര് രണ്ടുപേരെയും കൈയൊക്കെ പിടിച്ച് നേരെ താഴേക്ക് ഇറക്കി. എന്നിട്ട് ബാക്കി എല്ലാവരും വണ്ടി കയറി. അപ്പം കമലയും അച്ചമ്മയും വേദയും കൂടി ഇവിടെ നിൽക്കാട്ടോ. അപ്പം വേഗം തന്നെ ഇവർ യാത്ര പറയാണ്. മുത്തശ്ശി, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരി, എനിക്കെല്ലാം മനസ്സിലായി. എല്ലാം മോളുടെ നല്ലതിനായിരിക്കും. സന്തോഷത്തോടെ മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പോയി വരട്ടെ. ശരി. അപ്പം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ കമലയും നമ്മുടെ വേദയും അകത്തേക്ക് കയറി. നമ്മുടെ അമ്മണിയച്ചമ്മ പിന്നെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതെ, മറ്റൊന്നുമല്ല, നമ്മൾ മുതിർന്നവരെ ആദ്യമായി കാണുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല വേണ്ടതെന്ന് എനിക്കറിയാം. സാരമില്ല, നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ സാക്ഷ്യം വഹിക്കാൻ എനിക്കായല്ലോ. സന്തോഷം. ഇവരുടെ ബന്ധത്തിൽ ഒരു കാര്യം സാവിത്രിയെ പോലെ എനിക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് ദൈവം തീരുമാനിച്ച കാര്യമായിരുന്നോ? അത് ദൈവത്തിന്റെ നിയോഗമായിരുന്നോ? അത് അംഗീകരിക്കാൻ മനുഷ്യർക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കേണ്ടത് നമ്മളാ. പിന്നെ ആ വീട്ടിലെ സാവിത്രിയും ഈ വീട്ടിലെ ഞാനും. അതുകൊണ്ട് പോയി വരട്ടെ. ഇനി ഒരിക്കൽ വിശദമായി സംസാരിക്കാം. എന്നാ ഒരു സെൽഫി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരുടെ സെൽഫിയൊക്കെ എടുത്ത് അച്ഛമ്മ ദേണ്ട വണ്ടിയിലേക്ക് കയറി. എടാ വിനായക, ഈ ബാഗ് അങ്ങ് വെക്കടാ എന്ന് പറഞ്ഞു. വണ്ടിയിലേക്ക് കയറി ഒരു വിസിലൊക്കെ അടിച്ചു. എന്നാ വണ്ടി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ അടിപൊളിയാട്ടോ. എന്താ ഇതൊക്കെ എന്ന് ചോദിച്ചു സുധാകരൻ. അപ്പം ഒന്ന് മിണ്ടാതിരി എൻ്റെ പൊന്നു മാഷേ, എന്തെങ്കിലും അമ്മ കാണിക്കട്ടെ, അതിനിപ്പോ എന്താ എന്ന് ചോദിച്ചു. അപ്പൊ ടാറ്റ കൊടുത്ത് സാവിത്രി അമ്മ അവരെ യാത്രയാക്കി. സാവിത്രി അമ്മയും വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ ഇവര് യാത്രയിലുടനീളം നമ്മുടെ വിനായകന്റെ അടുത്ത് ചെന്ന് വിക്രം ഇരിക്കുകയാണ്. അപ്പൊ നന്ദിനിയും അപ്പുറത്ത് ഒറ്റയ്ക്കിരിക്കുന്നു. പിന്നെ വേദയും ശ്രീജയും കൂടി ഒരുമിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ഛമ്മ നോക്കിയപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ടിരിക്കുക. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എന്ത് പറ്റി അച്ഛമ്മ? വേണ്ടത് എന്തെങ്കിലും പറ്റിയോ? വേണ്ടത് എനിക്കല്ലടാ, നിനക്കാ. നല്ല തല്ല് എന്ന് പറഞ്ഞു. തൊട്ടു പറകിൽ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോ നീ നന്ദിനിയും കൂട്ടി അവിടെ പോയിരിക്കാതെ എന്തിനാടാ വെറുതെ വിക്രത്തെ പിടിച്ചെടുത്തിരുത്തിയിരിക്കുന്നത്? ഞാൻ പിടിച്ചു തിരുത്തിയതല്ല, അവൻ വന്നിരുന്നതാ. എങ്കിൽ എഴുന്നേറ്റ് മാറിക്കൊട്. എടി നന്ദിനി, മര്യാദയ്ക്ക് നീ പുറകെ പോയിരിക്കടി എന്ന് പറഞ്ഞു. അവൻ നിന്റെ അടുക്കൽ വന്നിരുന്നോളും. ശരി അച്ഛമ്മേ. അപ്പൊ വേഗം വിനായകനെയും നന്ദിനിയെയും കൂടെ ഒരു സീറ്റിലേക്ക് മാറ്റി കേട്ടോ. അപ്പൊ വേദയും ശ്രീജയും കൂടെ ആയിരിക്കുന്നത്. ശ്രീജയ എന്ന് വിളിച്ചു. നീ ഞാനോടി വേദയെ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അയ്യോ അല്ല അച്ഛമ്മേ. എഴുന്നേറ്റ് നീ നിന്റെ ഭർത്താവിന്റെ കൂടെ പോയിരി. അയ്യോ അച്ഛമ്മ, ഇത് ഒരു സീറ്റ് അല്ലേ? പിന്നെ എങ്ങനെയാ? സ്ഥലമില്ല. പിൻ സീറ്റ് സ്ഥലം ഉണ്ടല്ലോ. അവിടെ ഇരിക്കാൻ ഇടയില്ലെങ്കിൽ നീ എഴുന്നേറ്റ് നിൽക്ക്, ശ്രീജ അവിടെ ഇരുന്നോളും എന്ന് പറഞ്ഞു. അപ്പൊ വിക്രത്തിനോട് വേഗം തന്നെ, എടാ വെട്ടുപോത്തെ, നിന്നോട് ഇനി പ്രത്യേകം പറയണോ? നീ വേഗം തന്നെ എഴുന്നേറ്റ് ഇപ്പുറത്ത് വന്ന് ഇരിക്കാൻ പറയണോ എന്ന് ചോദിച്ചു. അപ്പം വേഗം തന്നെ ശ്രീജിയും വിക്രവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരുന്നു. ഓ, എന്ത് കഷ്ടമാ നോക്കണേ. ആ തള്ളയുടെ ഓരോരോ ഭ്രാന്ത്. മുട്ടാതെ ഉരുമാതെ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ വേദി. അപ്പം അയ്യോ, നിങ്ങളുടെ എന്തൊരു കഷ്ടമായത്. അഥവാ അറിയാതെ മുട്ടിയാലും എന്താ ഇത് കയ്യില് എന്ന് ചോദിച്ചു. അതോ സാനിറ്റൈസർ?
നീ അത്ര വലിയ വൈറസ് ആണല്ലോ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വായിലൂടി അടിച്ചോ. അതുപോലെ അത്ര മോശമായ വാക്കുകളല്ലേ ഇടയ്ക്ക് നാക്കിന്ന് വരുന്നത്. എന്താ മോളെ അവിടെ? ഒന്നുമില്ല. സാനിറ്റൈസർ എന്തിനാന്ന് ചോദിച്ച അച്ഛമ്മേ. അല്ല അച്ഛമ്മേ, എല്ലാവരും പുറത്തു പോകുന്നതല്ലേ, ഒരു കരുതലിന് വേണ്ടി വിചാരിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ സെറ്റിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേഗം അച്ഛമ്മ പറയാണ്, അതെ അമ്പലത്തിൽ പോവാന്നോർത്ത് ഇപ്പോഴേ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചു പോകാം എന്ന് പറഞ്ഞു. ഈ അമ്മയ്ക്ക് എന്താ? എടാ സുധാകര, നീ ഇപ്പോഴും ആ മാഷിന്റെ ഇതിലാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്താ അമ്മേ, റിട്ടയർഡ് ചെയ്തിട്ടും നാള് കുറെ ആയില്ലേടാ, ഇപ്പോഴും ഉള്ളില് ആ ചോരിലും കൊണ്ട് നടക്കാണോടാ നീ എന്ന് ചോദിച്ചു. എടാ വിനായക, നിന്റെ ഈ തല്ലിപ്പൊളി വണ്ടിയിലെ നല്ല പാട്ടും കൂത്തുമൊക്കെ ഉണ്ടോടാ? ഓടാ എടാ, ഒരു പാട്ടിട, പാട്ടൊക്കെ ഇടാം, പക്ഷെ കൂത്തച്ചമ്മ കളിക്കണം, അത് ഞാൻ ഏറ്റു, നീ പാട്ടിട എന്ന് പറഞ്ഞു. അപ്പൊ അതേണ്ട ആ അടിപൊളി പാട്ടം കിട്ടും, പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കണം കേട്ടോ. അപ്പം എടാ എണീക്കടാ, നീ നിന്റെ അച്ഛനെ പോലെ മൂരാച്ചിയായിട്ട് അവിടെ കുത്തിയിരിക്കാതെ എഴുന്നേറ്റ് ഡാൻസ് കളിക്കടാ വിക്രം എന്ന് പറഞ്ഞു. അപ്പൊ വേദയും ബാക്കി വിക്രവും ഒക്കെ കൂടി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് നമ്മുടെ മാഷ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ആളിങ്ങനെ തട്ടിങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാൻ എഴുന്നേക്കാനൊരു മടി. അപ്പം ആളും ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ട് കമലയ്ക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അപ്പം ഇതേണ്ട ഓറഞ്ചൊക്കെ കൊണ്ടുപോയി വിനായകൻ എല്ലാവർക്കും കൊടുക്കുക. എന്താ ഓറഞ്ചാണോ? അല്ല വരിക്കച്ചക്ക, തിന്ന് എന്ന് പറഞ്ഞു. അപ്പം മയക്കെടുത്തു നമ്മുടെ അച്ഛമ്മ ഒരു വമ്പൻ ബോംബ് പൊട്ടിക്ക്. അതെ പാട്ടൊക്കെ കഴിഞ്ഞു, ഇനി ഒരു കഥയാ എന്ന് പറഞ്ഞു. ഈ തള്ള ബോറടിപ്പിച്ച് കൊല്ലും എന്നുണ്ടെ വിക്രം, ഞാൻ നിർത്താൻ പറയണോ? നിങ്ങൾക്ക് ബോറടിക്കുന്നോ? അതെ നിർത്താൻ പറയാം. എന്ത് പറയുന്നു? നിനക്ക് മതിയായിട്ടില്ല അല്ലേടി എന്ന് ചോദിച്ചു. ഒരു പ്രണയ കഥ എന്ന് പറഞ്ഞു. എങ്കിൽ പറ. പിള്ളേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാതെ വല്ലാത്ത കഷ്ടം, വാ അടയ്ക്കാൻ പറ. നിങ്ങളുടെ അമ്മയെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കല്ലേ അറിയാവുന്നത്, ഒന്ന് പറ. ആരുടെ പ്രണയകഥയാന്ന് ഊഹിക്കാൻ പറ്റുന്നവർക്ക് ഈ സ്വർണ്ണ മോതിരം സമ്മാനം. ഒറ്റ ചാൻസേ ഉള്ളൂ, വിക്രമിന്റെയും വേദയുടെയും എന്ന് പറഞ്ഞു നന്ദിനി. നീ പൊട്ടത്തരം പറഞ്ഞ് ചാൻസ് കളയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അച്ഛമ്മയുടെ തന്നെയാണോ എന്ന് ചോദിച്ചു ശ്രീജ. അച്ഛമ്മ കല്യാണം കഴിഞ്ഞല്ലേ ശ്രീജയെ പ്രേമിക്കാൻ തുടങ്ങിയത്? അപ്പൊ പിന്നേരം അപ്പൊ അച്ഛന്റെ അമ്മയുടെയും കാര്യമാണോ അച്ഛമ്മേ എന്ന് ചോദിച്ചു വേദ. അതെ തന്നെ. അല്ല, ഒരു പോസിബിലിറ്റി വെച്ച് 100% നീ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞു വേദയോട്. ഇതേ പിടിച്ചോന്ന് എനിക്കിരിക്കട്ടെ ഈ മോതിരം എന്ന് പറഞ്ഞു വേദയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം. കണ്ടോ മനുഷ്യ, നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും ലവ് സ്റ്റോറി വിളിച്ച് പറഞ്ഞ അവള് സമ്മാനം വാങ്ങിയത്. അതിന് ഞാൻ എന്ത് ചെയ്യണം? അറിയാവുന്ന കഥയല്ലേ, നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? അതെ, ഇപ്പൊ ഒരു പവനാ നിങ്ങളുടെ ഇതുകൊണ്ട് പോയി കിട്ടിയത്. സമാധാനമായില്ലേ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾക്ക് മുഴുവനായി അറിയാൻ സാധ്യതയില്ലാത്ത ആ കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാഷിനാകെ, എൻ്റെ പൊന്നു കമല, എൻ്റെ കൺട്രോൾ പോണ്ട്, അമ്മയോട് നിർത്താൻ പറ. അമ്മയൊന്നും മിണ്ടാതിരുന്നേ, പിള്ളേരുടെ മുന്നിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ? അയ്യടി, മൂത്തവന് കുഞ്ഞുണ്ടായപ്പോഴാണോ നിനക്കൊരു നാണം? നാണല്ലമ്മേ, നാണക്കേടാ എന്ന് പറഞ്ഞു. ശരി അമ്മ ഒന്ന് നിർത്ത എന്ന് പറഞ്ഞു. എന്നാ ശരി, ഞാൻ പറയണില്ല. ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് തമ്മേ കണ്ടതും പ്രേമിച്ചതും സുധാകരന്റെ അച്ഛൻ എതിർത്തതും അവനും കമലയും ഒളിച്ചോടാൻ തീരുമാനിച്ചതും അച്ഛനുമായി വഴക്കിട്ടതും ഇനി അച്ഛനൊരു തുണ്ടു ഭൂമിയോ കാശോ വേണ്ട എന്ന് പറഞ്ഞ് കമലയും കൂട്ടി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതും ഒന്നും ഞാൻ പറയണില്ല, പോരെ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയിപ്പോ എന്താ പറയാനുള്ളത്? ഒരു മെഗാ സീരിയലിനുള്ളത് ഒറ്റ വരി തീർത്തില്ലേ അച്ഛമ്മേ എന്ന് ചോദിച്ചു നന്ദിനി. അമ്മേ, പക്ഷെ ഒന്ന് ഞാൻ പറയും കേട്ടോ കമലേ, അത് നിന്റെ കൈ പിടിച്ച് അവൻ ഇറങ്ങുമ്പോ അവൻ അവന്റെ അച്ഛനെ നോക്കി വെല്ലുവിളിച്ചിരുന്നല്ലോ. അതെ, ഇതുവരെയും അവൻ ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും അവൻ അച്ഛൻ സമ്പാദിച്ചതൊന്നും തേടി വന്നിട്ടേയില്ല. കൊടുക്കാൻ ഞാൻ പലപ്പോഴായി ശ്രമിച്ചപ്പോൾ പോലും അത് വാങ്ങിച്ചിട്ടുമില്ല. അതാണ് അവന്റെ ഒരു മഹിമ എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനോട്, അവന്റെ അച്ഛനോട് ഞാൻ എന്നും അഭിമാനത്തോടെ അവനെക്കുറിച്ച് പറയുമായിരുന്നു. അത് ഈ കാരണം കൊണ്ടാണ്, അവന്റെ ഒരു സ്വാർത്ഥതയല്ല, അത് അവന്റെ ഒരു അഭിമാനമായിരുന്നു അത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷം. കമല മാഷിന്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. ആ ഒരു ഗുണം
എൻ്റെ പേരക്കുട്ടികളിൽ എല്ലാവർക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷയുള്ളത് മൂന്നാമത്തവന് ആ ഗുണമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞു. അത് അവൻ ഇനി എൻ്റെ മുന്നിൽ തെളിയിക്കണം. കേട്ടല്ലോ മിസ്റ്റർ വിക്രം, ദേ നിങ്ങളൊരാൺകുട്ടിയാണെന്ന് അച്ചമ്മയ്ക്ക് തെളിയിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞത്, മനസ്സിലായോ? പ്രതീക്ഷ തെറ്റിക്കരുത്. എടേ, എൻ്റെ അച്ഛനെ സ്വന്തം ഇഷ്ടപ്രകാരം അമ്മയുടെ കൈ പിടിച്ചിറങ്ങിയതാ, അല്ലാതെ വലിഞ്ഞു കയറി അച്ഛയുടെ കൂടെ വന്നതല്ല. എന്താടാ വിക്രു വെട്ടുപോത്തെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയല്ലേന്ന്? ആ അതെ 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 കറക്റ്റ് എന്ന് പറഞ്ഞു. ആ അപ്പോൾ നമ്മുടെ സജീവ് മോനെ ഒരു പാട്ടും കൂടി അങ്ങ് ഇട്ടേരേ, നല്ല സ്റ്റൈലായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ പാട്ടിട്ടു. ഡാൻസൊക്കെ കളിച്ച് ഇവർ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഒരു സ്ഥലത്തിറങ്ങി. എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ വിശ്വത്തിൻ്റെ വക പാട്ട്, ഇവൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് മൈക്കും സെറ്റും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ കച്ചേരി കഴിഞ്ഞോ? എന്നാ പിന്നെ ദേ പാട്ടിടാൻ പോവാ. ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം, എന്താ? ഓക്കെ. നീ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത് എന്ന് നീ ചോദിക്കുക. ഒരു കുത്തൊക്കെ വെച്ച് കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ്. സുധാകരന്റെ കാര്യത്തിലാട്ടോ. ആളിങ്ങനെ ബലം പിടിച്ചോ, കോടയൊക്കെ ചൂടി രാജാവിനെ പോലെ ഇങ്ങനെ ഇരിപ്പാണ്. ഇരുന്ന് കണ്ടിട്ട് അരി വാടി എന്ന് പറഞ്ഞ ആദ്യം നന്ദിനിയും വിനായകന്റെയും വക ഒരു ഡാൻസ്, പിന്നെ വിശ്വത്തിന്റെയും ശ്രീജയുടെയും വകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പറയണ്ടല്ലോ, പിന്നെ അമ്മേനെ വിളിച്ചു, അച്ഛമ്മയെ വിളിച്ചു, വേദയും വിക്രം കൂടി വന്നു. അങ്ങനെ എല്ലാവരോടും അടിച്ച് പൊളിച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഈ സമയത്ത് നമ്മുടെ സുധാകര മാഷാണെങ്കിൽ ഒരു മൈൻഡും ഇല്ലാതിരിക്കുകയാണ്. എടാ സുധാകര, നീയൊന്ന് വാടാ, നീ പേടിക്കേണ്ടത് നിന്റെ ഡാൻസ് അല്ല, നിന്നെ കൊണ്ട് ആരെങ്കിലും ഡാൻസ് കളിപ്പിക്കൂടാ. ദേ എന്റെ വകയാ, നീ ഒന്ന് വാടാ ഇങ്ങോട്ട്, വാ മോനെ എന്ന് പറഞ്ഞ് അവസാനം സുധാകരനെയും വിളിച്ചുകൊണ്ട് അടുത്തുകൊണ്ട് നിർത്തി. ആളെ ആസ്വദിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഇത്തിരി ഡിമാൻഡൊക്കെ ഇട്ടിരുന്നില്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ എന്താ ഒരു വെയിറ്റ്, ഒരു ഗുമ്മൊക്കെ വേണ്ടേ? അപ്പൊ അച്ഛൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഇവരിതേണ്ട ഭയങ്കര സന്തോഷത്തില് കെട്ടിപ്പിടിച്ച് ഡാൻസൊക്കെ കളിച്ച് സന്തോഷമായിട്ട് യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. എല്ലാവരും എൻജോയ് ചെയ്തു. ഇവര് നേരെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും നിരന്ന് നിൽക്കുക. എൻ്റെ ചാനലിനൊരു ഫോട്ടോഗ്രാഫറും അഡ്മിനും അപ്ലോഡറും ഒക്കെ ഞാനായതുകൊണ്ട് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. അച്ഛമ്മേനെ ഇത് മുതൽ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പോവാണോ എന്ന് ചോദിച്ചു വിക്രം. പിന്നല്ലാതെ, എടാ കളരിക്കൽ കുടുംബത്തിലെ ഇളയ സന്തതിയുടെ പ്രേമകഥ നാട്ടിൽ മുഴുവനൊന്നും അറിയിട്ടടാ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അച്ഛമ്മ ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ആ കഥ മുഴുവൻ എൻ്റെ ചാനലിന് വേണ്ടി നീ വിസ്തരിച്ച് പറയുകയും വേണം കേട്ടോ. അയ്യേ എന്ന് പറഞ്ഞു. എന്താടാ ഇത്ര അയ്യേന്ന്? അത്ര വൃത്തികെട്ട കഥയായിരുന്നു നിന്റെ പ്രേമകഥ ആണോ വേദമോളെ എന്ന് ചോദിച്ചു. അപ്പൊ വേദ ഇങ്ങനെ മിണ്ടാതെ കുറച്ചു നേരം നിന്നു കേട്ടോ. അല്ലച്ചമ്മേ, നല്ല സൂപ്പർ ഹിറ്റ് കഥയായിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു. പിന്നെ പാട്ടും ഹൽദിയും ആഘോഷവും പിന്നെ ആക്ഷനും സംഘടനവും ഒരു തട്ടുപൊളിപ്പൻ പ്രേമം അല്ലേ വിക്രു എന്ന് ചോദിച്ചു. അപ്പൊ വിക്രു ഇങ്ങനെ ആലോചിക്കുകയാണ് അന്നത്തെ ആ അടിയും അതിനുശേഷമുള്ള ആ താലികെട്ടും ഒക്കെ. എൻ്റെ അമ്മ ഇങ്ങനെ സംസാരിച്ച സമയം കളയാതെ ക്ഷേത്രത്തിലേക്ക് ചെല്ല്, നീ ധൃതി വെക്കാതെ സുധാകര. തിരുമേനി പൂജ കഴിഞ്ഞ് വരുന്ന സമയം എനിക്കറിഞ്ഞുകൂടെ? വിശ്വ, ഞാൻ രാവിലെ തന്ന ബാഗിലെ ഇവന് വേണ്ടിയിട്ട് ഒരു മുണ്ടും ഷർട്ടും വെച്ചിട്ടുണ്ട്, അത് നീ എടുത്തു കൊടുക്ക. ഈ ജീൻസും ഈ കളാസും ഇട്ടോണ്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറണ്ട. എന്നിട്ട് എന്നാ നിങ്ങളെല്ലാം വാ, നമുക്കെല്ലാവർക്കും നടയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവരെല്ലാം നടയിലേക്ക് പോയി. ക്ഷേത്ര നടയിൽ ചെന്നു. തിരുമേനി ഇതേണ്ട മാലയും പൂജിച്ച് പ്രസാദമൊക്കെ ആയിട്ട് വരുവാ. ചെറുക്കൻ എവിടെ അമ്മണിയമ്മേ എന്ന് ചോദിച്ചു തിരുമേനി. അപ്പൊ വേഗം തന്നെ ചെറുക്കൻ, അപ്പൊ ഇതേണ്ട നമ്മുടെ സുന്ദരക്കുട്ടനായിട്ട് ചെറുക്കൻ പുതുമണവാളനെ പോലെ ഒരുങ്ങി ഇതേണ്ട അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ വിക്രു. അപ്പൊ വിക്രം അങ്ങോട്ടേക്ക് വന്നു. മോനെ വിക്രം, നീ ഇങ്ങോട്ട് കയറി വന്ന് നിക്കടാ എന്ന് പറഞ്ഞു. നീ അപ്പുറത്തേക്ക് മാറി നിൽക്ക് നന്ദിനി എന്ന് പറഞ്ഞു. അപ്പൊ നന്ദിനി പുറകേക്കും വിക്രം മുന്നിലേക്കും കയറി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. എന്നിട്ട് മനസ്സോടെ ആണെങ്കിലും വേറെ നിവൃത്തിയില്ല അച്ഛമ്മയുടെ വാക്ക് കേൾക്കാതെ ദീർഘമംഗല്യത്തിന് അനുഗ്രഹിച്ച് മാല കൊടുത്തോളൂ തിരുമേനി എന്ന് അമ്മണിയമ്മ പറഞ്ഞപ്പോ നേരെ തിരുമേനി ഇങ്ങനെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. രണ്ടുപേരോട് അങ്ങോട്ടേക്ക് കയറി നിന്നു. അതിനുശേഷം പ്രസാദവും ഒക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പൊ തൊട്ട് കൊടുക്കും മോളെ എന്ന് പറഞ്ഞു കുറി. അപ്പൊ വേദ വിക്രത്തിന്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു. വിക്രം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ വിക്രവും കൊടുക്കാണ് കേട്ടോ. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി മാല ഇടയിലാവാം എന്ന് പറഞ്ഞു. അപ്പൊ മാല കല്യാണമോ കാണാൻ പറ്റിയില്ല.
ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് മാല ചാർത്തുന്നതെങ്കിലും ഞാൻ കണ്ണു നിറയൊന്ന് കാണട്ടെ, കൊടുക്ക എന്ന് പറഞ്ഞു. ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ വേദയും വിക്രവും മാല എടുത്ത് കൈ പിടിച്ച് ഇങ്ങനെ ഇടാൻ തുടങ്ങുവാണ്. ഇനി ഇട്ടോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേനും 1 മിനിറ്റ് ഇടല്ലേ ഇടലേ എന്ന് അച്ചമ്മ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.